വീട്ടിൽ വിളിച്ചപ്പോൾ ആരും ഫോൺ എടുക്കില്ല. എന്നെ വിളിച്ചത് തലേദിവസം രാത്രി മെസ്സേജ് അയച്ചു വാട്സപ്പിൽ. എന്താ പറഞ്ഞു? ഇല്ല, വലിയ പോയിട്ട് ജോലിയൊക്കെ റെഡി ആയാന്ന് ചോദിച്ചേ ഉള്ളൂ. മെനങ്ങാന്ന് 2 ദിവസം രാത്രി മെസ്സേജ് അയച്ചു. ഇതുപോലെ ജോലിയൊക്കെ റെഡിയായ എൻ്റെ വണ്ടി അവിടെ കംപ്ലൈന്റ് ആയിട്ട് വർക്ക്ഷോപ്പിൽ കിടക്കിയിരുന്നു, വണ്ടി ഇറക്കിയാന്നൊക്കെ ചോദിച്ച് അതൊക്കെ ചോദിച്ചോളൂ. പൊതു രീതി എന്ന് പറഞ്ഞാൽ ആള് സൈലന്റ് ആണ്. എല്ലാ നാട്ടുകാർക്ക് ചോദിച്ചു, എൻ്റെ ഇവിടെ ചോദിച്ചില്ലെങ്കിലും അറിയാം, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒന്നും പറയാൻ മനസ്സിലാവും, അത്ര നല്ല പയ്യനാണ്. ഷെമി ഇപ്പം കയറി കണ്ടിട്ട് എന്താ പറയാ? ഷെമിയുടെ അവസ്ഥ എങ്ങനെയാണ്? അവസ്ഥ എന്ത് പറയാണെന്ന് എനിക്കറിയില്ല. തളർന്ന് കിടക്കുകയാണ്. തലയൊക്കെ ഒന്നും സംസാരമൊന്നും ക്ലിയർ ആവില്ല, മൊത്തം ഒരുപാട് മുറിവാണ്. സംസാരം ക്ലിയർ ആവില്ല, മൊത്തം നീരടിച്ച്. സാമ്പത്തിക പ്രശ്നം വേറെ ഈ ചില്ലറ കടങ്ങളുള്ള അളിയന് പിന്നെ അവിടെ വന്ന് കച്ചവടം നടത്തിയപ്പോൾ ഇത് ബുദ്ധിമുട്ടായി, അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളു. പിന്നെ ബാങ്കിലെ 1-2 ചില്ലറ കടങ്ങളൊക്കെ ഉണ്ട്, അതേ ഉള്ളു. അല്ലാതെ വേറെ പെൺകുട്ടികളൊന്നുമില്ല അവർക്ക്. അഫ്ഫാൻ ഇടപെടേണ്ടത് അറിയാൻ വയ്യ, അതിനെ കുറിച്ച് അത്രയും അറിയാൻ വയ്യ. അങ്ങനെ വാളിയൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ അടുത്തല്ല, കുറച്ച് ദൂരെയാണ്. ഫോൺ വിളിക്കുകയുള്ളൂ, കാണാൻ പറ്റും. നിങ്ങൾ നിരന്തരം ബന്ധപ്പെടുക സൗകര്യം. എനിക്ക് എൻ്റെ കൂടപ്പിറപ്പല്ലേ ഞാൻ, അപ്പം എനിക്ക് ബന്ധപ്പെടാതിരിക്കാൻ പറ്റൂലല്ലോ. അവർക്ക് ഞാനേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതുപോലെ പൈസ പ്രശ്നങ്ങളുണ്ട്, പൈസകൾ ഞാൻ സഹായിച്ചിട്ടുണ്ട്, എന്നെ സഹായിക്കുകയും ചെയ്യും, അങ്ങനെയൊക്കെ തന്നെ. അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതറിയാൻ വയ്യ, അറിയാൻ വയ്യ. വരുമാനം എന്ന് പറഞ്ഞാൽ ആളി എൻ്റെ ജോലി പൈസ തന്നെ. പിന്നെ അവൻ ചില്ലറ പണിക്കൊക്കെ പോവും, കാറ്ററിംഗ് സർവീസിന് പോവും, പിന്നെ വണ്ടി ഓടിക്കാൻ പോവും, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. സഹോദരൻ കുഞ്ഞാണ്.